പി ജയരാജൻ CPI നേതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ PC വിഷ്ണു സൂചിപ്പിച്ച പോലെ എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെട്ടവരാണ്, എല്ലാവരും ഒരുപോലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇതാ സത്യവാങ്മൂലം അത് സുപ്രീം കോടതിയിൽ നൽകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പറഞ്ഞതെന്തോ അതിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സമർപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നീതിപൂർവം നടത്തണം, എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം അനുവദിക്കണം, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഇന്ത്യൻ പൗരന്മാര് ആ പൗരത്വം ഉപയോഗിക്കണം. ഇതിനൊക്കെയുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടായിരിക്കണം വോട്ടർ പട്ടിക തയ്യാറാക്കലും അതിന്റെ നടപടിക്രമങ്ങളും. ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ തീവ്ര വോട്ടർ പട്ടിക പരിശോധന തന്നെ വോട്ടർമാരെ ഒഴിവാക്കാനാണ്. വോട്ടർമാരെ ഒഴിവാക്കുക, പൗരത്വം നിഷേധിക്കുക, ഈ ഒരു നിലയിലേക്ക് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകാൻ പാടില്ലാത്തതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ മാന്യമായി പരിഗണന കൊടുക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ BJP ഇതര പാർട്ടികളെല്ലാം ഇവിടെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിലാണ്. അതുകൊണ്ട് തൽക്കാലം ഇതിനുള്ള സമയം നീട്ടിവെക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അവിടെ അംഗീകരിച്ചത് BJPയുടെ ആവശ്യമാണ്. BJPക്കാർ അത്ര ഒരു ആവശ്യം ഉന്നയിച്ചില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വം നടത്താനും എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം കൊടുക്കാനുമുള്ള നടപടികളല്ല ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഏതൊരാൾക്കും സാധിക്കും. അതുകൊണ്ട് തെറ്റായിട്ടുള്ള നിലപാടുകൾ തിരുത്തണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനാധിപത്യം കാത്തു സൂക്ഷിക്കാനും എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പുവരുത്താനും ഉള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് തിരുത്തണം എന്നുള്ളതാണ് P ജയരാജന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.